നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. നമ്മൾ കുറേ ദിവസങ്ങളായി സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ചിന്തിച്ചു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അതായത് പുറപ്പാട് ദിവസം 25-ന്റെ 8-9 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം നിർമ്മിക്കണമെന്ന് മോശയോട് വലിയവനായ ദൈവം പറയുകയും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ചാണ് താഴേക്കുള്ള ഭാഗങ്ങളിലൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു വരുമ്പോൾ, പുറപ്പാട് ദിവസം 25-ന്റെ 10 മുതൽ താഴേക്കുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് ചിന്തിക്കാനായിട്ട് എടുത്തത്. പുറപ്പാട് ദിവസം 25-ന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടുന്ന മെറ്റീരിയലുകൾ അവർ സ്വമേധയാ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് 25-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴേക്ക് വായിക്കുമ്പോഴാണ് ആദ്യം നിർമ്മിക്കാൻ പറഞ്ഞത് പെട്ടകത്തെക്കുറിച്ചാണെന്നുള്ളത് കാണുന്നത്. പെട്ടകമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ പെട്ടകം കതിരമരം കൊണ്ട് ഉണ്ടാക്കണം, അതിന്റെ അകത്തും പുറത്തും പൊന്നു പൊതിയണം, അതിനുശേഷം അതിന് മുകളിലേക്ക് കൃപാസനം വെക്കണം, കൃപാസനത്തിന് മുകളിൽ അടിപ്പ് പണിയായിട്ട് 2 കെരൂബുകളെയും പണിതൊരുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്, ഈ പെട്ടകത്തിനകത്ത് 3 വിശേഷപ്പെട്ട കാര്യങ്ങളെ വെച്ചിട്ടുണ്ട്. ആ 3 വിശേഷപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, 1 നിയമത്തിന്റെ കൽപ്പലകയാണ്, 2 അഹ്റോന്റെ തളിർത്ത വടിയാണ്, പിന്നീട് പൊൻപാത്രത്തിലിരിക്കുന്ന മന്നയാണ്. ഇങ്ങനെ 3 കൂട്ടം കാര്യങ്ങളാണ് അതിലുള്ളത്. അതിൽ പൊൻപാത്രത്തിലിരിക്കുന്ന മന്നയെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ 2-3 ആഴ്ച കഴിഞ്ഞത്. ഒറ്റയാഴ്ച കൊണ്ട് പറഞ്ഞു നിർത്തണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണെങ്കിലും അത് പറഞ്ഞു വന്നപ്പോൾ 2-3 ആഴ്ച നീണ്ടുപോയി. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വിഷയം ധ്യാനിച്ചു മുന്നോട്ട് പോയപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചേർന്നു വന്നപ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. അങ്ങനെ ഈ വിഷയങ്ങൾ വീണ്ടും ധ്യാനിച്ചു വന്നപ്പോൾ പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിൽ നിന്നും 16-ാം അധ്യായത്തിൽ നിന്നും ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അത് മന്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ മുന്നോട്ട് പറഞ്ഞു വന്നപ്പോൾ ആത്മാവിൻ്റെ നടത്തിപ്പ് എന്നുള്ളതിൽ നമ്മൾ വിധേയപ്പെട്ടപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടു വന്നത്. അതായത് പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം വെള്ളത്തിന് വേണ്ടി പിറുപിറുത്തു. 16-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അവർ ഭക്ഷണത്തിന് വേണ്ടി, അഥവാ അപ്പത്തിന് വേണ്ടി പിറുപിറുത്തു. അത് കഴിഞ്ഞ് 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. പിന്നീട് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചു, ഇസ്രായേൽ ജനത്തെ വലിയവനായ ദൈവം താഴ്ത്തി പരിശോധിക്കുമെന്നുള്ള കാര്യം. അതായത് താൻ കൊടുത്ത തന്റെ പ്രമാണങ്ങളെ അവര് പാലിച്ചനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിവാനായിട്ട് അവരെ താഴ്ത്തി പരിശോധിക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പഴയ നിയമ ഇസ്രായേലിന്റെ നടുവിൽ അക്ഷരീകമായി മന്ന പൊഴിഞ്ഞു. പുതിയ നിയമസഭയാകുന്ന നമുക്കും മന്ന പൊഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അവരുടെ പാളയത്തിൽ പൊഴിഞ്ഞ മന്നയെ നമ്മൾ 2 രീതിയിലാണ് കണ്ടത്. പാളയത്തിൽ പൊഴിഞ്ഞ മന്ന എന്ന് പറയുമ്പോൾ നേരത്തോട് നേരം കഴിയുമ്പോൾ അത് കൃമിച്ചു പോകും. ആ മന്നയെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമ്മെ തന്നെയാണ് അതിൽ കണ്ടത്. നേരത്തോട് നേരം കഴിഞ്ഞാൽ കൃമിച്ചു പോകുന്ന മനുഷ്യൻ. അല്പം മുമ്പ് ഞാൻ നമ്മുടെ സഹോദരി ബ്ലസ്സിയുടെ ജ്യേഷ്ഠനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി വരെ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, സാധാരണ എല്ലാവരെയും പോലെ ചിന്തിക്കുകയൊക്കെ ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. 12 മണിക്ക് ശേഷം താന് പെട്ടെന്ന് കുഴഞ്ഞ് വീണ് അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയായിരുന്നു. മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചാഞ്ഞു പോകുന്ന നിഴലിന് സമമാണ്. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ എന്ന് പറഞ്ഞ്. ഇനി ആ മരിച്ച വ്യക്തിയെ സംബന്ധിച്ച് നേരത്തോട് നേരം കഴിഞ്ഞാൽ, ഇന്നലെ ഉച്ചയ്ക്ക് മരിച്ചു, ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും നേരത്തോട് നേരം കഴിയാണ്. നേരത്തോട് നേരം കഴിഞ്ഞാൽ കൃമിച്ചു തുടങ്ങും. ഇന്ന് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഫ്രീസറിൽ വെച്ചൊക്കെ സൂക്ഷിക്കുന്നത്. എന്നാൽ പഴയ കാലത്തെ രീതിയൊക്കെ അനുസരിച്ചാണെങ്കിൽ ഒരു താമസമില്ലാതെ മറവ് ചെയ്യും. കാരണം എന്താ? അതിനകത്തുള്ള ബാക്ടീരിയകൾ പ്രവർത്തിച്ചു തുടങ്ങും. ഇന്നലെ വരെ ആ പ്രിയപ്പെട്ടവന്റെ ഭാര്യയ്ക്ക് താനെ ഒരു നല്ല സഖിയായിട്ട് കൂടെ ഇരുന്നതാണ്. ഇന്ന് ആ മനുഷ്യൻ പെട്ടിക്കകത്ത് കിടക്കുകയാണ്. ഇത്രയുള്ളൂ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അനുവദിച്ച് കിട്ടിയ സമയത്ത് ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളുടെ ആഴങ്ങളും ഗൗരവങ്ങളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചൊരു ജീവിതം ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഗൗരവമുള്ളവരായിരിക്കാൻ വേണ്ടി
നമുക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം അനുവദിച്ചിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന് മരണം, രണ്ട് വിവാഹം. ഈ രണ്ട് കാര്യങ്ങളിലൂടെയും സ്വർഗം നമ്മോട് സംസാരിക്കുന്നത് എന്താ? അതായത് മരണങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളുക, നമ്മളിവിടെ എല്ലാ കാലത്തേക്കും ചിരഞ്ജീവിയായിട്ടില്ല. ഈ ഭൂമിയിലെ വാസം ഇത്രയേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടല്ലോ, 70 ഏറിയാൽ 80, അത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. അതാണ് ചിലർ നമുക്ക് മുമ്പ് പോകുന്ന കാഴ്ച കാണേണ്ടി വരുന്നത്. അത് നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്, അല്ലേ? അത് നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്, ഞാനും ഇതുപോലെ പോകേണ്ട ഒരാളാണെന്നുള്ളത്. അടുത്ത് നമ്മൾ പലതരം വിവാഹങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. നമ്മളുടെ സ്നേഹിതരുടെയും അതുപോലെ കൂട്ടു സഹോദരങ്ങളുടെയും ഒക്കെ വിവാഹങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അക്രൈസ്തവരായ ആളുകളുടെ വിവാഹങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സാധാരണ പോലെ പങ്കെടുക്കുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് ആ സ്നേഹാദരവുകളോടെ നമ്മൾ പിരിയുന്നു. എന്നാൽ വേർപെട്ടവരുടെ വിവാഹ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില ചിന്തകൾ വരും. കാരണം അവിടെ മുഴങ്ങുന്ന പാട്ടുകളും പറയപ്പെടുന്ന വാക്കുകളും പ്രസംഗങ്ങളും ഒക്കെ കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ആദ്യം പറഞ്ഞ മരണം നമ്മൾ ഈ ഭൂമിയിൽ ക്ഷണികന്മാരാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നു. ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും സഭയെന്ന മർമ്മവും അതിൻ്റെ മഹത്വവും അതിൻ്റെ ആഴങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ മിന്നിമറിഞ്ഞു പോകും. അപ്പോൾ നമ്മെ അലേർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അനുവദിച്ചിരിക്കുന്നത്. നമ്മെ അലേർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അനുവദിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ യാന്ത്രികമായി ജീവിച്ചു പോവില്ലേ? ഓക്കെ, സന്ദർഭവശാൽ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത്, പാളയത്തിൽ പൊഴിയുന്ന മന്ന നേരത്തോട് നേരം കഴിയുമ്പോൾ കൃമിക്കും. എന്നാൽ പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന, പൊൻപാത്രത്തിൽ വെച്ചിരിക്കുന്ന ആ മന്ന, അത് ദ്രവത്വമില്ലാത്ത മന്നയാണ്. ആ മന്ന ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പാളയത്തിൽ പൊഴിഞ്ഞ മന്നയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ കണ്ടു. പെട്ടകത്തിനകത്തിരിക്കുന്ന മന്നയെ നോക്കി കണ്ടപ്പോൾ നമ്മൾ ക്രിസ്തുവിനെയാണ് ദർശിച്ചത്. ഇനി പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞ മന്ന എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇസ്രായേൽ ജനത്തിന് പാളയത്തിൽ പൊഴിഞ്ഞു കിട്ടിയ മന്ന, ആ മന്ന കൊണ്ട് അവരുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായ ബലം ലഭിക്കുമാറ് അത് അവർക്ക് ധാരാളമായിരുന്നു, അല്ലേ? ആ അനുദിനം അവരുടെ നടുവിൽ പൊഴിഞ്ഞ മന്നയിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, തൃപ്തരായിരിക്കണം. അങ്ങനെയായിരുന്നു അവർ മുൻപോട്ട് പോകേണ്ടത്. എന്നാൽ അവർ മുൻപോട്ട് പോയ ആ ഒരു സമയത്ത് പിന്നത്തേതിൽ അവർ പിറുപിറുക്കുന്നു. പുറപ്പാട് ദിവസം 16-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അവർ അപ്പത്തിന് വേണ്ടി പിറുപിറുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. തുടർന്ന് ഒരുവനായ ദൈവം മോശയോട് പറയാണ്, ഈ ജനത്തിന് ഞാൻ ഭക്ഷിക്കാനായിട്ട് മന്ന പൊഴിച്ചു കൊടുക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ മന്ന പൊഴിച്ചു കൊടുത്തു. അവർ മന്ന ഭക്ഷിച്ച് പിന്നീട് മുൻപോട്ട് പോയ കാര്യം നമുക്കറിയാം. ഏകദേശം ഒരു വർഷക്കാലം മുൻപോട്ട് പോയതിന് ശേഷം സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു വർഷവും അല്പകാലവും കൂടെയാണ് മുന്നോട്ട് പോയത്. ആ സമയം വന്നപ്പോൾ അവർ മന്നായിലും തൃപ്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. മന്നായിലും അവർക്ക് തൃപ്തിയില്ലാതെ വന്നു. അങ്ങനെ അവര് ഇറച്ചിക്ക് വേണ്ടിയുള്ള പിറുപിറുപ്പിലേക്ക് വന്നു. ഇറച്ചിക്ക് വേണ്ടിയുള്ള പിറുപിറുപ്പിലേക്ക്. ഞങ്ങൾ മിസ്രൈമിൽ ടാക്സ് കൊടുക്കാതെ ധാരാളം ഇറച്ചിയൊക്കെ തിന്നുകൊണ്ടിരുന്നതാണ്. ഇവിടെ ടാക്സ് കൊടുത്താലും കിട്ടാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ മരിയാത്ര. അതുകൊണ്ട് ഇതിന് ഉടനടി ഒരു മാറ്റം വരണം. അവർ മെമ്മോറാണ്ടം മോശയ്ക്ക് കൊടുത്തു. ആ മെമ്മോറാണ്ടത്തിന്റെ പേരാണ് പിറുപിറുപ്പ് എന്നുള്ള മെമ്മോറാണ്ടം. അങ്ങനെ അവരുടെ പിറുപിറുപ്പിന്റെ മറുപടി എന്നോണം സ്വർഗത്തിലെ ദൈവം കടലിൽ നിന്ന് കാടപ്പക്ഷിയെ ഇങ്ങനെ പറപ്പിച്ചു നിർത്തി. അതായത് അവരുടെ പാളയത്തിനകത്ത് ഇങ്ങനെ കാടകൾ ഇങ്ങനെ വന്ന് പറന്ന് നിൽക്കുകയാണ്. മിടുക്കന്മാരെല്ലാം കൂടുതൽ കാടയെ പിടിച്ചു. മിടുക്ക് കുറഞ്ഞവർ കുറേശ്ശെ കാടയെ പിടിച്ചു. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. തങ്ങളുടെ മെമ്മോറാണ്ടത്തിന് പരിഹാരം ഉണ്ടായല്ലോ. മോശയുടെ അടുക്കൽ ഒരു മെമ്മോറാണ്ടം കൊടുത്തതാണ്. അതിന് പരിഹാരം എന്നോണം സന്ധ്യാസമയത്ത് വളരെ കൃത്യമായിട്ട് കാടകൾ പറന്ന് നിന്നു. പിന്നീട് അവർ പിടിച്ചുകൂട്ടിയ കാടയെ, അതായത് ഒരിടം കഴിയൊന്നും അല്ലല്ലോ, ആളവൊന്നും കൊടുത്തിട്ടില്ല, എന്തുമാത്രം വേണേലും പിടിക്കാം. അങ്ങനെ പിടിച്ചത് ചിക്കി സ്വിസ് ബാങ്കിൽ വരെ കൊണ്ടുപോയിട്ടു. ആളുകൾ സ്വിസ് ബാങ്കിൽ വരെ കൊണ്ടുപോയിട്ടു. അങ്ങനെ ധാരാളം കാടയെ പിടിച്ചു. ഇവിടെ ഒരു വലിയ ചോദ്യം ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മൾ മുൻപ് കാടയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രസംഗിച്ചിട്ടുള്ളതാണ് വളരെ വിശദമായിട്ട്. പല സാഹചര്യങ്ങളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഇടവന്നിട്ടുള്ളത്. അതായത് നമ്മളുടെ ചുറ്റുപാടുമുള്ള ന്യൂജൻ ഗ്രൂപ്പുകളിലെ വളരെ പോപ്പുലാരിറ്റിയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ഫാൻസൊക്കെയുള്ള വലിയ പ്രസിദ്ധരായവരുടെ പ്രസംഗങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ അലയടിച്ചു വരും. അപ്പം
അവരെല്ലാം പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ ദൈവം എത്ര കരുതുന്ന ദൈവമാണ്, കാടയെ കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തിയ ദൈവം എന്നൊക്കെ പറഞ്ഞ് അവർ വൈബ്രേഷനൊക്കെ ഇട്ട് ഹൈലി ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് പോകുമ്പോൾ അതിൻ്റെ നടുവിലൊക്കെ ജനം വന്ന് ആമേനും ഹല്ലേലൂയയും ഗ്ലോറിയും അവർക്ക് അറിയാവുന്നതെല്ലാം രേഖപ്പെടുത്തും. ഭയങ്കരമായിട്ട് ജനം നെഞ്ചേറ്റുന്ന മെസ്സേജുകളാണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു കുസൃതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത്. ഈ മനുഷ്യരെല്ലാം പട്ടുപോവുകയാണല്ലോ, കാടയെ തിന്ന് ഇസ്രായേൽ പട്ടുപോയെന്നുള്ളത് അറിയാതെയാണല്ലോ ഇവരിവിടെ പൂവും കായൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഇസ്രായേൽ കാടയെ തിന്ന് പല്ലിനിടയിലും എല്ലിനിടയിലും ഇരിക്കുന്ന ആ സമയത്ത് തന്നെ അവർ പട്ടുപോയി എന്നുള്ള ആ സത്യം അറിയാതെയാണല്ലോ ഈ സാധുക്കൾ ഇവിടെ വന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്കും ദുഃഖമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം സഹോദരങ്ങൾ മനസ്സിലാക്കുക, ഒരുവനായ ദൈവം മോശയോട് പറയാണ്, ഈ പാളയത്തിൽ പൊഴിഞ്ഞിരിക്കുന്ന മന്നായിൽ ഒരിടങ്ങഴി മന്ന ഒരു പാത്രത്തിൽ ശേഖരിച്ച് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ തലമുറകൾ അറിയേണ്ടതിന് വേണ്ടി അത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അതൊക്കെ കണ്ടതാണ്. ഇവിടെ എൻ്റെ ചോദ്യം എന്താണെന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് അവരുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തും വണ്ണം പറന്നു നിന്ന കാടയിൽ ഒരു കാടയെ പിടിച്ച് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിക്കാതിരുന്നത്? കാട ചത്തുപോകുന്ന ഓർത്താണോ? ചത്തു കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന ഓർത്താണോ? ഈ മന്ന നേരത്തോട് നേരം കഴിഞ്ഞാൽ കൃമിച്ചു പോകുന്ന മന്നയല്ലേ? ആ മന്ന സാക്ഷ്യസന്നിധിയിൽ വെച്ചപ്പോൾ നൂറ്റാണ്ടുകൾ അവിടെ തന്നെ ഇരുന്നില്ലേ കേടുകൂടാതെ? അങ്ങനെയെങ്കിൽ ഒരു കാടയും അവിടെ സൂക്ഷിക്കാൻ പറ്റത്തില്ലേ? അഹറോന്റെ തളിർത്ത വടി തളിർത്ത് തന്നെ നിന്നു. അഹറോന്റെ തളിർത്ത വടി അങ്ങനെ തന്നെ തളിർത്ത് നിന്നു പെട്ടകത്തില്. അത് ഉണങ്ങിപ്പോയൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ കാടയെ നിശ്ചയമായും അവിടെ സൂക്ഷിക്കേണ്ടതല്ലേ? നമ്മുടെ പെന്തക്കോസ്റ്റ് ലോകത്തെ പാസ്റ്റേഴ്സും ന്യൂ ജനറേഷൻ പാസ്റ്റേഴ്സും ഒക്കെ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ, അത് ദൈവത്തിന്റെ കരുതലാണെങ്കിൽ, അവരുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം തൃപ്തിയാകും വണ്ണം ഇറച്ചി കൊടുത്തു എന്നൊക്കെയുള്ള കാര്യം ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളുടെ ആ പ്രസംഗങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നുണ്ടോ? ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്നയും കാടയും വർഷിപ്പിച്ചത് ഒരു കാറ്റിനകത്തൂടാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അടുപ്പിച്ച കാറ്റ്, ഈ കാടയെ, ആ കാറ്റാണ്. ഈ പക്ഷികൾക്കൊരു പ്രത്യേകതയുണ്ട്, അവർ പറക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് വിൻഡാണ്. ആ കാറ്റ് ഇതുങ്ങളെ പറത്തിക്കൊണ്ട് വന്ന്, ദൈവം അടുപ്പിച്ച കാറ്റ് കൊണ്ടുവന്ന് കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ കാടകളെ നിർത്തി. എങ്ങനെ നിർത്തിയെന്നറിയാവോ? 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ആ നിലയിലാണ് ദൈവം ആ കാറ്റ് സെറ്റ് ചെയ്ത്. ഈ കാറ്റ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിന് രക്ഷപ്പെട്ട് പറന്നു പോകാൻ പറ്റുകയില്ല. ഈ കാറ്റ് ഏറ്റവും മേളിൽ അടിച്ചാൽ താഴെ കൂടി ഇതെല്ലാം പറന്ന് 4 വഴിക്ക് പോകും. ഈ കാറ്റ് ഇത്തിരി താഴെ ആയിപ്പോയാൽ ഇത് മേളിലൂടെ പറന്നു പോകും. കൃത്യമായി ആ കാറ്റ് കാടയെ സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ കൈകൊണ്ട് പിടിക്കത്തക്ക നിലയിൽ ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു. ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു. The wind of provision. ഇതിലെ ആഴമേറിയ പഠനം എന്താണെന്ന് അറിയാവോ? ഈ പഠനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കൂട്ടു സഹോദരങ്ങൾ ചിന്തിക്കണം, ഇന്ന് ഇങ്ങനെ പ്രസംഗിച്ചു കൂട്ടുന്ന വലിയ പങ്ക് ആളുകളെയും സ്വർഗത്തിലെ ദൈവം തന്റെ വേലയ്ക്ക് വിളിച്ചിട്ടില്ല. അവരെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഭോഷ്കിന്റെ ആത്മാവിലാണ് അവരൊക്കെ ശുശ്രൂഷിക്കുന്നത്. അവർക്ക് പോപ്പുലാരിറ്റി ലഭിക്കാൻ പാകത്തിന് സൈറ്റാനെ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അവർക്ക് പോപ്പുലാരിറ്റി കൊടുത്തോ? ആവോളം പോപ്പുലാരിറ്റി കൊടുത്തോ? അതേസമയം എൻ്റെ ദാസന്മാർക്ക് അങ്ങനെ പോപ്പുലാരിറ്റി ഒന്നും വേണ്ട. അവര് കണ്ട കാട്ടിലും വീട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നു കൊണ്ട് എൻ്റെ ജനത്തെ, ഞാൻ ആകർഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ ജനത്തെ അവർ ബോധ്യപ്പെടുത്തിക്കൊള്ളും. എൻ്റെ ജനത്തെ അവർ വചനത്തിൽ നിന്ന് ധരിപ്പിച്ചുകൊള്ളും. അതാണ് അവരെ കുറിച്ച് ദൈവത്തിന്റെ ചിന്ത. അതായത് ഇതിലെ കാതലായ മർമ്മം എന്തെന്നറിയാവോ? മന്ന ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത്. കാട ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? കാടയുടെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണോ? ക്രിസ്തുവിനെയാണോ കാട പ്രതിഫലിപ്പിക്കുന്നത്? അത് മനുഷ്യന്റെ ജഡിക ആസക്തിയല്ലേ കാണിക്കുന്നത്? കാട എന്ന വിഷയം ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ജഡിക ആസക്തിയാണ് അത് കാണിക്കുന്നത്. ദൈവഹിതത്തിന് വിധേയപ്പെടാതെ മറുതലിച്ചുകൊണ്ട്
തങ്ങളുടെ ഹൃദയത്തിലെ താല്പര്യങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടി അവർ ഏതറ്റം വരെയും വേണേ പോകും. പക്ഷേ അവർക്ക് ലഭിക്കപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് കഠിനമായിരുന്നു. ആ കാര്യം വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ദൈവം തന്റെ ദാസന്മാരിലൂടെ നമ്മെ കേൾപ്പിക്കുകയും അല്ല, നമ്മൾ തന്നെ പലപ്പോഴും കണ്ണു തുറന്ന് വായിച്ചിട്ടുണ്ടല്ലോ, വായിച്ച സമയത്തൊന്നും വേണ്ട വിധത്തിൽ ഗ്രഹിച്ചിരുന്നില്ലെന്നുള്ളതാണ് സത്യം. അതല്ലേ അതിന്റെ സത്യം. പാരായണമൊക്കെ നമ്മൾ ഒത്തിരി പാരായണം നടത്തിയിട്ടുണ്ടെങ്കിലും ആ വിഷയത്തിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോയി അത് നമ്മെ സ്പർശിക്കുകയോ നമ്മെ കുലുക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ പോലെ വായിച്ചു വിട്ടിട്ടുണ്ട്, നമ്മെ അത് കുലുക്കിയിട്ടില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം മുൻപിൽ വെച്ചുകൊണ്ട് ആഴത്തിൽ ധ്യാനിച്ചു പോകുമ്പോൾ രണ്ട് പ്രധാന കാര്യം ഇപ്പോൾ പറഞ്ഞു. ഈ കാട സൂക്ഷിച്ചു വെക്കുവാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞില്ല. അതിന്റെ കാരണം തന്റെ പ്രിയപുത്രനെ ഈ കാടയിൽ കാണാനില്ല. അതേസമയം മന്നായിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെയാണ് കാണുന്നത്. അത് ഗഹനമായ ഗൗരവമായ ഒരു ചിന്താവിഷയമാണ്. അതിവിടം കൊണ്ട് തീരുന്നില്ല. അതങ്ങ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷങ്ങളിലൂടെ, അതുപോലെ ലേഖനങ്ങളിലൂടെ, അതുപോലെ ഒടുക്കം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടം വരെ കാണാം നമ്മൾ ഈ മനയെക്കുറിച്ച്. അവിടം വരെ നമുക്ക് ഈ മനയെക്കുറിച്ച് കാണാൻ കഴിയും. അതേസമയം ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊന്നും കാടയെക്കുറിച്ച് പറയുന്നില്ല. അവിടെയെല്ലാം മനയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവിടെ പൊഴിഞ്ഞ മന്ന അവരുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. മുൻപുള്ള ഒരു മെസ്സേജിനകത്ത് ഷിജു പാസ്റ്റർ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ക്രിസ്തുവിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വചനമാണല്ലോ. അപ്പൊ അങ്ങനെ അത് മുന്നമേ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇത് ഈ പെട്ടകവുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ഇസ്രായേലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം മന്ന പൊഴിച്ചു, നമുക്ക് വേണ്ടിയും മന്ന പൊഴിക്കുന്നു. ആ മന്ന ക്രിസ്തുവാണ്. യോഹന്നന്റെ സുവിശേഷം 1:14 വായിച്ചേ. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ വചനം മാംസം ധരിച്ച് അല്ലെങ്കിൽ ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. സ്വർഗത്തിൽ നിന്ന് പൊഴിഞ്ഞ മന്നായെ കുറിച്ചാണ് ഈ വായിക്കുന്നത്. പുറപ്പാട് ദിവസം 16 അധ്യായത്തെയും സംഖ്യാപുസ്തകത്തെയും മുൻനിർത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതെങ്കിൽ ഇന്നിപ്പോ പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം നമ്മൾ വായിക്കുകയാണ്. ആ പറഞ്ഞതെല്ലാം ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതേ കാര്യം തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ ഈ വാക്യം വിളിച്ചു പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് പൊഴിഞ്ഞ മന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അല്ലേ? അവിടെ പൊഴിഞ്ഞ മന്ന ഇസ്രായേലിന്റെ സകല കാര്യങ്ങൾക്കും മതിയായ മന്നയായിരുന്നു. അവരെ നിലനിർത്തിയ മന്നയായിരുന്നു. അങ്ങനെയെങ്കിൽ അതേ മന്ന തന്നെ നമ്മുടെ പാളയത്തിലും പൊഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ പാളയത്തിലും ഒക്കെ ആ മന്നയാണ് പൊഴിഞ്ഞിരിക്കുന്നത്. ആ മന്നയിൽ നമ്മൾ തൃപ്തരാണോ അല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ മന്നയിൽ നാം തൃപ്തരാണോ? ആ മന്നയാൽ നാം പോഷണം പ്രാപിക്കുന്നുണ്ടോ? ആ കരുത്തിലേക്കും ബലത്തിലേക്കും നമ്മൾ വരുന്നുണ്ടോ? അതായത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലിറ്ററലി പറയണം, അക്ഷരികമായ കാര്യങ്ങളാണ്. അവരാ മരിയാത്രയിൽ ക്ഷീണിച്ചില്ല, അവരാരും രോഗികളായില്ല, അവര് വളരെ ആരോഗ്യമുള്ളവരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ മന്ന ഭക്ഷിച്ച് മുന്നോട്ട് പോയ അവരുടെ കാര്യമായി പറയുന്നത്. അവരുടെ ഇടയിൽ ആരും ബലഹീനരില്ലായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവര് ആരോഗ്യമുള്ളവരായിരുന്നു എല്ലാ നിലകളിലും. ബാക്കി കൂട്ടി വായിച്ചോളുക. അങ്ങനെയെങ്കിൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മളിത് അക്ഷരികമായിട്ടല്ല എടുക്കുന്നത്, നമ്മൾ അതിന്റെ സ്പിരിച്വൽ മീനിങ് എടുക്കുന്നത്. ഈ മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ കരുത്തുറ്റ എത്ര ആളുകളുണ്ട് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ. നമുക്ക് വേണ്ടുന്ന പോലെ ആരോഗ്യത്തോടെ, ആത്മീയ ആരോഗ്യത്തോടെ മുൻപോട്ട് പോകാൻ പാകത്തിന് പൊഴിഞ്ഞ മന്ന ഭക്ഷിച്ചിട്ട് നമ്മുടെ ഇടയിൽ എത്ര പേര് ആത്മീയ കരുത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്? എത്ര പേര് ആ കരുത്തോടെ മുൻപോട്ട് പോകുന്നുണ്ട്? ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ഓർമ്മയുണ്ടോ? നെഹമ്യാവിന്റെ പുസ്തകം 9 അധ്യായത്തിന്റെ 20-21 ഒന്ന് വായിച്ചേ. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മഞ്ഞയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്കൊന്നും കുറവുണ്ടായില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. ഇസ്രായേൽ ജനത്തെ
മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമി വഴിയായി കൊണ്ടുപോയ കാലത്തെക്കുറിച്ച് നെഹമ്യാവ് പിന്നത്തേതിൽ ഓർക്കുന്ന സമയം ഏതാ? ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയി അവിടെ 70 ആണ്ട് പ്രവാസത്തിൽ കിടന്നിട്ട് മടങ്ങി വന്നതിന് ശേഷം നെഹമ്യാവ് പറയുന്ന കാര്യമാണത്. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു, അവരുടെ കൊച്ചിന് മുട്ടുവരാതെ നിന്റെ മന്നായെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. അവിടെ കാട കൊടുത്ത കാര്യം എഴുതിയിട്ടില്ലെന്ന് തോന്നൂല്ലേ? അവിടെ കാട കൊടുത്ത കാര്യം എഴുതിയിട്ടില്ല. എനിവേ, താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നും കുറവുണ്ടായില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. ഇനി വേറൊരു വാക്യമുണ്ട്, ആ വാക്യം എൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങ് വരുന്നില്ല. അവരുടെ ഇടയിൽ ബലഹീനരാരും ഉണ്ടായിരുന്നില്ല. അവരുടെ ഇടയിൽ ബലഹീനരാരും ഉണ്ടായിരുന്നില്ല, അവർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. സങ്കീർത്തനത്തിൽ ആ വാക്യമുണ്ട്, അതിനോട് കണക്ട് ചെയ്താണോ അത് കിടക്കുന്നതെന്ന് അറിയില്ല. എനിവേ, പറഞ്ഞു വന്നതിന് സാരം ഇത്രയേ ഉള്ളൂ. ഈ പഴയ നിയമ ഇസ്രായേല് ഈ മന്നായിൽ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമുക്ക് പൊഴിയപ്പെട്ട് കിട്ടിയിരിക്കുന്ന ആ മന്നയുടെ ബലത്തിൽ നമ്മുടെ ഇടയിൽ എത്ര പേരാ കരുത്തോടെ മുൻപോട്ട് പോകുന്നുണ്ട്? നമുക്ക് രോഗവും ദുഃഖവും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അവരുടെ കാര്യത്തിൽ ശാരീരിക ബലത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഞാൻ ശാരീരിക ബലത്തിന്റെ കാര്യമൊന്നും അല്ല പറയുന്നത്. നമുക്ക് പനി വരില്ലെന്നോ ചുമ വരില്ലെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആത്മീയമായി എത്രത്തോളം പുഷ്ടിയുള്ളവരാണ്, ആത്മീയമായി എത്രത്തോളം ആരോഗ്യമുള്ളവരാണ് എന്നുള്ളതാണ് വിഷയം. ആത്മീയമായ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊരു വാക്യം പുതിയ നിയമത്തിലുണ്ട്. ചൗരന്മാർക്ക് ആരെങ്കിലും ആ വാക്യം എവിടെയാന്ന് ഓർമ്മയുണ്ടോ? അവർ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനെന്ന്. നിങ്ങൾ ലേഖനങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? പഴയ നിയമമൊന്നും നിങ്ങൾ അധികം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഞാൻ വായിച്ചിട്ട് പ്രസംഗിച്ച് പഠിപ്പിച്ചോളാം. നിങ്ങൾ അതീ ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങൾ ലേഖനങ്ങൾ തറവായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. പഴയ നിയമത്തിൽ നിന്നുള്ള ശാപ്പാട് ഞാൻ തന്നോളാം, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ ചില വാക്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് എനിക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ വാക്യം മുഴുവൻ ഞാൻ എടുക്കില്ല. അത് എക്കാലത്തും എൻ്റെ മെമ്മറിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്, ചിലപ്പോൾ ഫോട്ടോ എടുക്കും. ഫോട്ടോ എന്ന് വെച്ചാൽ എങ്ങനെയൊന്ന് ഫോട്ടോയായി അകത്ത് കയറിയത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പുറത്തെടുക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അവർ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരാകേണ്ടതിന്. ആ വാക്യത്തിന്റെ മുഴുവൻ എനിക്കറിയില്ല. അതുപോലെ 1 പത്രോസ് 1:12 ഞാൻ കൂടെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ എന്ന്. അതിന്റെ കണ്ടിന്യൂവേഷൻ ഒരു ലൈനോടെ ഉണ്ട്, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ അനവധിയായ വാക്യങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. ഈ സാക്ഷ്യം നേരി തന്നെ അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. അതു നിമിത്തം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയാണ്, ഈ ജനം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. അപ്പൊ ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിൽ അഥവാ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. അതിന് എന്ത് ചെയ്യണമെന്നാ താഴേക്ക് വായിക്കുന്നത്? ആ ക്രേത്തയിലുള്ള ആളുകൾ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി തീരുവാൻ നിജപുത്രനായ തീത്തോസ് എന്ത് ചെയ്യണമെന്നാണ് ആത്മീയ പിതാവായ പൗലോസ് പറഞ്ഞു കൊടുക്കുന്നത്. യഹൂദകഥകളെയും സത്യം വിട്ടൊഴിയുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക. അതായത് ഈ ജനം കണ്ടമാനം കഥ കേൾക്കാൻ പോകുന്നവരാ. നിർമ്മിത കഥകൾ, കെട്ടുകഥകൾ, കർണരസമാകുമാറുള്ള കാര്യങ്ങൾ, അങ്ങനെ പലവിധമായ കോമഡികളൊക്കെ കേൾക്കാനായിട്ട് വലിയ ഉത്സാഹമാണ്. കോമഡി പ്രസംഗങ്ങൾ എവിടെയുണ്ടോ ഒരു വണ്ടി വിളിച്ചു വേണേ പോകും. അപ്പൊ ഇവരെ കഠിനമായി ശാസിക്കണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ കഠിനമായി ശാസിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന റിവാർഡ് എന്താണെന്നറിയാവോ? എന്തായിരിക്കും നാട്ടുകാർ പറയുന്നത്? ആ ഉപദേശി അല്ലേലും ഇങ്ങനെയൊക്കെ തന്നെയാ. പുള്ളി 24 മണിക്കൂറും ഈ ശാസനയും കുറ്റം പറച്ചിലും അതും നോക്കിയാണെന്നൊക്കെയാണ് ആളുകൾ സർട്ടിഫിക്കറ്റ് തരാൻ പോകുന്നത്. അതായത് ആത്മീയ വിഷയത്തിൽ ജനം ആരോഗ്യമുള്ളവരായി തീരണമെങ്കിൽ മണ്ടത്തരങ്ങളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നൊക്കെ അവരെ പുറത്തു കൊണ്ടുവരണം. ഗഹനമായ വിഷയങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ടുവരണം. ചില വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വെക്കണം. ശുശ്രൂഷകര് ചുമ്മാ ഇങ്ങനെ റേഡിയോ പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ചിന്താമണ്ഡലവും വർക്ക് ചെയ്യണം. അതിന് എക്സാമ്പിളാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്.
കഴിഞ്ഞ ദിവസം നമ്മളൊരു ചെറിയ ബോംബ പൊട്ടിച്ചത്. അതായത് നമ്മൾ മതരഹിതരായി ജീവിക്കേണ്ടവരാണ്, മതത്തിന്റെ കോളത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതുണ്ടെന്ന്. മെജോറിറ്റി പാസ്റ്റേഴ്സ് അത് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത്? ഇത് കൊള്ളാലേ, ഇവനെ എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭ ആരംഭിച്ച് അത് ശോഭയോടെ മുൻപോട്ട് വന്ന് 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ സഭ ഒരു രാജകീയ മതമായിട്ട് മാറി. കോൺസ്റ്റന്റൈന്റെ നേതൃത്വത്തില് പാഗൻ മതത്തെ ഇതിലേക്ക് മെർജ് ചെയ്തു. ഇത് രണ്ടും കൂടെ ഒന്നായി തീർന്ന് സംവിധാനങ്ങളും കാര്യങ്ങളും ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും ഇടപാടുകളും ഒക്കെ വന്ന് ക്രിസ്തീയ മതത്തിന്റെ ആരംഭം അവിടെ കുറിക്കപ്പെട്ടു എന്നൊക്കെയാണ് വലിയ കേമത്തിൽ നമ്മൾ അടിച്ചു വിട്ടുകൊണ്ടിരുന്നത്. നമ്മൾ തന്നെയാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങളെയും മതത്തിന്റെ ഭാഗമാക്കി തീർക്കണമെന്ന്. ഏത് മതമാ? കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റിയിൽ കൊണ്ടുവന്ന് കുറ്റിയടിച്ച പാഗൻ മതത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ ക്രിസ്തുമതം എന്ന് പറയുന്നത്. ഈ ക്രിസ്തുമതം എന്ന് പറയുന്നതിന്റെ ആ പുറംതൊണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ അത് പാഗൻ മതമാണ്. പഴയ പാഗൻ മതമാണ് ഈ ക്രിസ്തുമതം എന്ന് പറയുന്നത്. ഈ മതത്തിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിന്റെ ഒരു പടവും താടിയും മുടിയൊക്കെ ഉള്ള, പിന്നെ നെഞ്ചത്തെ ഒരു ബൾബ് പോലെ ഒരു ഹൃദയമൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ കൈയും പിടിപ്പിച്ച് നിൽക്കുന്ന അത് ശരിക്കും അതിന്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതെല്ലാം പാഗൻ മതത്തിന്റെ സംവിധാനങ്ങളിലേക്കാണ് നീ പോകുന്നത്. അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു വന്നവരാ നമ്മൾ. പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കി. പിന്നെയും നമ്മൾ അടിമതുഖത്തിലേക്ക് പോകുന്ന മനുഷ്യരായിട്ട് മാറിയിപ്പോ. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ജനം ആരോഗ്യമുള്ളവരായി തീരണമെങ്കിൽ ശുശ്രൂഷകര് അവരെ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ചിന്തിക്കാനായിട്ട് അയക്കണം. അല്ലാതെ അവർ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരാകില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. ഇസ്രായേലിന്റെ പാളയത്തിൽ മന്ന പൊഴിഞ്ഞു. അത് ഭക്ഷിച്ച് അവർ കരുത്തുറ്റവരായി ആരോഗ്യമുള്ളവരായി മുൻപോട്ട് പോയെന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ നടുവിൽ പൊഴിഞ്ഞിരിക്കുന്ന മന്ന ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കുകയാണ്, രുചിച്ചറിയുകയാണ്. അത് എല്ലാ നിലകളിലും. മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അങ്ങനെ രുചിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുന്ന ആളുകളിൽ എത്ര പേര് ആരോഗ്യമുള്ളവരാണെന്നാണ് എൻ്റെ ചോദ്യം. കുറച്ചും കൂടെ ശബ്ദം കൂട്ടിയാണ് ഞാനിപ്പോൾ ചോദിച്ചു വരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? നിസാര കാര്യത്തിനാണ് പലരും തല കുമ്പിട്ടിരിക്കുന്നത്. നിസാര കാര്യത്തിന്. ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും ഒരു കാറ്റടിച്ചാൽ മതി, ഉടനെ തൊട്ടാവാടികളെല്ലാം കൂടെ, കണ്ടിട്ടില്ലേ, തൊട്ടാവാടി ഇങ്ങനെ കൂപ്പിപ്പോവും. പിന്നെ ഒരു നേരത്തോട് നേരെ സമയമൊക്കെ കഴിയണം അതൊന്ന് തലപൊക്കി വരണമെങ്കിൽ. പിന്നെ ഒരു നേരത്തോട് നേരെ സമയമൊക്കെ കഴിയണം തലപൊക്കി വരണമെങ്കിൽ. ഇതുപോലെയാണ് ഇന്ന് വിശ്വാസികളുടെ അവസ്ഥ. നിങ്ങൾ നമ്മുടെ ഈ മെസ്സേജുകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിലെ കമന്റ്സ് ഒക്കെ ഇടയ്ക്ക് പോയി ഒന്ന് വായിക്കുക. അതൊരു തീർത്ഥാടനം പോലെ കൂട്ടുക. തീർത്ഥാടനം പോലെ. ഇന്നത്തെ പെന്തക്കോസിന് എന്ത് സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ളത് ആ കമന്റുകൾ വായിച്ചാൽ മതി. ചക്കയുടെ പടം കാണിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതെന്നെ മാങ്ങയാണോന്ന് ചോദിക്കും. ഉടനെ കമന്റ് എഴുതുകയാണ് അതിനടിയിൽ വന്നിട്ട്. മാങ്ങയുടെ ടേസ്റ്റ് ഇങ്ങനെയാണ്. ചിലരത് തേങ്ങയായിട്ടും പറയും. വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറയാൻ ആളുകൾക്ക് അറിയില്ല. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സ്ത്രീയാണോ പുരുഷനാണോ, ചിലരുടെയൊക്കെ പേര് ഈ സ്ത്രീക്കും പുരുഷനും ഒരേ പേരുണ്ട്. അതായത് കോമൺ ആയിട്ട് ഒത്തിരി പേരുണ്ട്. ജിജി, ജോളി, പിന്നെ എന്നെ രാജി, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരുകളുണ്ട്. എല്ലാം ഞാൻ ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എനിവേ, അങ്ങനെ ആരോ സ്ത്രീയാണോ പുരുഷനാണോ അവർ കമന്റ് എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആളുകളെ വംശീയമായി അധിക്ഷേപിക്കുന്ന എന്തിനാന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ മനയെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ വംശീയ അധിക്ഷേപത്തിന്റെ ഒരു കാര്യമില്ല. അവിടെ വംശീയ അധിക്ഷേപത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല. അതായത് മെസ്സേജിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആത്മീയ ജീവിതത്തിന് ഗൗരവം കൊടുക്കാതെ ഇഹലോക ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടി പരക്കം പായുകയും അതിനുവേണ്ടി ടെൻഷൻ അടിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് വെച്ചിട്ടായിരിക്കും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മനുഷ്യർ ഓവർടൈം ചെയ്ത് കിട്ടുന്ന ആ പണത്തിന്റെ ഒരു വീതം മേടിച്ചല്ലേ നിങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചാണ് കമന്റുകൾ വരുന്നത്. നോക്കണേ, മനുഷ്യൻ എങ്ങനെയാ ഓരോരോ കാര്യങ്ങൾ എടുക്കുന്നതെന്ന് നോക്കുക. ആത്മീയത്തിൽ ആരോഗ്യമുള്ളൊരു തലമുറയല്ല വളർന്നു വരുന്നത്. ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ചില മനുഷ്യരെ, അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഇടയ്ക്ക് കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. യെസ്, അവരുടെ ഉള്ളിൽ ആ ദൈവസ്നേഹം ജ്വലിക്കുകയാണ്. അവർ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ, വളരെ സജീവമായ ഒരു ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് അവരുടെ ഓരോ ഇടപാടുകളും കാണുമ്പോൾ മനസ്സിലാവും. സംസാരങ്ങളാകട്ടെ,
ആശയങ്ങളാകട്ടെ, അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ബഹുഭൂരിപക്ഷം പേരെ സംബന്ധിച്ചു അങ്ങനെയൊന്നുമല്ല. അവരിങ്ങനെ ഈ പൊങ്ങുതടി വെള്ളത്തിൽ ഒഴുകി പോകുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ ഒഴുകി നടക്കുന്നു എന്നുള്ളതല്ലാതെ വിശേഷിച്ച് വിശേഷമൊന്നുമില്ല. യോഹന്നാൻ 1:14 നിങ്ങളുടെ മുമ്പിൽ വെച്ച് വീണ്ടും മുൻപോട്ട് പോവുകയാണ്. വളരെ സീരിയസ് ആയൊരു വാക്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ആ മന്ന അവർക്ക് സഫിഷ്യൻ്റ് ആയിരുന്നു. അവരുടെ എല്ലാ കാര്യത്തിലും അവരെ സസ്റ്റെയിൻ ചെയ്യാൻ പാകത്തിന് പൊഴിഞ്ഞതാണ് മന്ന. ഇന്ന് പുതിയ നിയമ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിൽ ക്രിസ്തു നമുക്ക് മതിയായവനാണ്. നമ്മുടെ എല്ലാം ക്രിസ്തുവിലാണ് നമ്മളെല്ലാം കണ്ടെത്തുന്നത്. അതിൽ നമ്മൾ ആനന്ദിക്കേണ്ടതുണ്ട്. ശരിക്കും ഇസ്രായേൽ ആനന്ദിച്ചു എന്നൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ആ മന്ന അവർക്ക് തൃപ്തികരമായ കാര്യമാണെങ്കിലും അതിൽ അവർ ആനന്ദിച്ചു എന്നും നമ്മൾ കാണുന്നില്ല. അതുപോലെ നമ്മെ സംബന്ധിച്ച് നാം ആനന്ദിക്കേണ്ടവരല്ലേ? ഈ പൊഴിയപ്പെട്ട് കെട്ടിയിരിക്കുന്ന മന്ന, അതിൻ്റെ ആസ്വാദ്യത, അതായത് നമ്മളുടെ എല്ലാ മെസ്സേജുകളും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കും. ഈ പറയുന്നതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, ഇസ്രായേല് മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് പോയ സമയത്ത് ഉയരത്തിൽ നിന്ന് മന്ന പൊഴിഞ്ഞെന്ന് പറഞ്ഞു. മന്ന പൊഴിഞ്ഞത് എവിടെയാ? പാളയത്തിലാണ് മന്ന പൊഴിഞ്ഞത്. ഇസ്രായേലിന്റെ ക്യാമ്പിന് വെളിയിൽ അസംഖ്യം മനുഷ്യരുണ്ട്. അവരെല്ലാം ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ്, അല്ലേ? വിവിധ ജാതികള് അതിന് ചുറ്റുമുണ്ടല്ലോ. ആ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത് ഈ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നെയാണ്, അല്ലേ? സകല മനുഷ്യരുടെയും സൃഷ്ടാവ് യഹോവയായ ദൈവം തന്നെയാണ്. എന്നാൽ മന്ന പൊഴിഞ്ഞത് ഇസ്രായേലിന്റെ പാളയത്തിൽ മാത്രമാണ്. എല്ലാവർക്കും അതിന്റെ പോഷണം ലഭിച്ചിട്ടില്ല. ഇസ്രായേലിന് മാത്രം അത് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് മന്ന പൊഴിഞ്ഞത് പാളയത്തിലാണെങ്കിൽ ഇന്നും മന്ന പൊഴിയുന്നത് വിശുദ്ധന്മാരുടെ പാളയത്തിൽ മാത്രമാണ്. അതിനെക്കുറിച്ചൊരു വാക്യം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 32:2, ഡിയൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 2. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞ് പോലെയും ഇളമ്പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഇവിടെ നമ്മൾ വായിക്കുന്നത് മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞ് പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. അപ്പോൾ എൻ്റെ വചനം മഴ പോലെ പെയ്യുമെന്നാണ് പറയുന്നത്. വിവിധ നിലകളിൽ അത് പൊഴിയുന്ന കാര്യമാണ് വായിച്ചത്. ഈ മഴ എവിടെയായിരിക്കും പൊഴിയുന്നത്? ഇസ്രായേലിന്റെ പാളയത്തിലെ ഈ മഴ പൊഴിയുള്ളൂ. മന്ന പൊഴിയുന്നത് രാത്രി സമയത്താണ് നമ്മൾ കണ്ടു. പ്രഭാതത്തിൽ അവർ പെറുക്കാൻ വരുമ്പോൾ മഞ്ഞിനകത്ത് കവർ ചെയ്ത് വെച്ചതുപോലെയാണ് മന്ന ഇരിക്കുന്നത്. അതായത് മന്ന പൊഴിഞ്ഞ് ചുമ്മാ മണ്ണിലേക്ക് വീണ് അതിനകത്ത് മണ്ണൊന്നും പറ്റാനായിട്ട് ദൈവം അനുവദിച്ചില്ല. മഞ്ഞിനാൽ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കരുതലാണത് കാണിക്കുന്നത്, അല്ലേ? നമ്മൾ പ്രകൃതിയിലേക്കൊന്ന് നോക്കിയേ. അതായത് ഒരു വാഴ നിൽക്കുന്നത് മണ്ണിലാണ്. ആ മണ്ണിൽ നിന്നുള്ള പോഷകങ്ങളെല്ലാം വലിച്ചെടുത്തിട്ടാണ് ആ വാഴ, ഒരു വാഴക്കൊലയെ നമ്മുടെ മുമ്പാകെ പ്രദാനം ചെയ്യുന്നത്. ആ വാഴക്കൊല മൂത്ത് പഴുക്കുന്ന സമയത്ത് നമ്മളത് വെട്ടിയെടുത്ത് അതിലെ പഴം നമ്മൾ ഭക്ഷിക്കും. നോക്കണം, സ്വാദിഷ്ടമായ ആ പഴം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ പഴത്തിൽ അല്പം പോലും മണ്ണ് പറ്റാതെ അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംവിധാനം ഓർത്തു കഴിഞ്ഞാൽ, എല്ലാ നിരീശ്വരന്മാരും കേട്ടുകൊള്ളുക, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, അതിനെ ചമച്ചവൻ ഒരുവനുണ്ട്, ഇതിനെ ഡിസൈൻ ചെയ്ത ഒരുവനുണ്ട്, ഇതിനെ സംവിധാനം ചെയ്ത ഒരുവനുണ്ട്. തൻ്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് വേണ്ടി ആ പഴത്തിൽ ഒരു കവറിങ് കൊടുക്കുകയാണ്. ആ പഴം തിന്നുമ്പോൾ മണ്ണിൻ്റെ എന്തെങ്കിലും ടേസ്റ്റോ മണ്ണിൻ്റെ ചൊവയോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതുപോലെ മറ്റ് ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഭക്ഷിക്കുമല്ലോ, അതിലൊക്കെ മണ്ണിൻ്റെ ചൊവ നമുക്ക് തോന്നാറുണ്ടോ? ഒരിക്കലും തോന്നാറില്ല. അതെല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ രീതിയിലാണ് അതിൻ്റെ സംവിധാനം, ആ രീതിയിലാണ് അതിൻ്റെ കരുതലുകൾ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതലാണത് കാണിക്കുന്നത്. അപ്പോൾ അത് മഞ്ഞുകൊണ്ട് കവർ ചെയ്ത് വെച്ചു എന്നുള്ളത് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞ് പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും പൊഴിയും എന്ന് പറയുമ്പോൾ അത് പൊഴിയുന്നത് ഇസ്രായേലിൻ്റെ പാളയത്തിൽ മാത്രമാണ്. പാളയം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പലവരും ചിന്തിച്ചിട്ടുള്ളവരാണ്. ഇസ്രായേലിൻ്റെ പാളയത്തിൽ അന്ന് മന്ന പൊഴിഞ്ഞു. അതേസമയം പിന്നത്തേതിൽ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? നാം പാളയത്തിന് വെളിയിൽ പാർക്കാൻ വിളിക്കപ്പെട്ടവരെന്നുള്ളതാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ നമ്മൾ പാളയത്തിലേക്കാണ് നോക്കുന്നത്, വിശുദ്ധന്മാരുടെ പാളയം.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം പാളയത്തിന് വെളിയിലേക്ക് ശ്രദ്ധിക്കുകയാണ്. അതായത് വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറയുന്ന ആ പാളയം അത് മലിനമായി തീർന്നു. ജെറുസലേം എന്ന് പറയുന്ന ആ ക്യാമ്പിന്റെ പ്രത്യേകത എന്താ? ജെറുസലേം എന്ന് പറയുന്ന ആ ക്യാമ്പിന്റെ പ്രത്യേകത, അവിടെയാണ് ദൈവാലയം ഇരിക്കുന്നത്, അവിടെയാണ് മഹാപുരോഹിതന്മാരുള്ളത്, സൻഹദ്രി സംഘമുള്ളത്, അവിടെയാണ് ഈ പറഞ്ഞ എല്ലാ സോക്കോൾഡ് ഇടപാടുകളും അവിടെയാണ് അല്ലേ? അവിടെയാണ് എല്ലാ കേമന്മാരും ഉള്ളത്. ആ കേമന്മാരുടെ നടുവിൽ നിന്ന് ഒരു പച്ച മരക്കുരിശുമായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പാളയത്തിന് വെളിയിലേക്ക് വന്നു. അങ്ങനെ പാളയത്തിന് വെളിയിൽ ഗോൽഗോഥായിൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അതായത് ഇന്നലെ വരെ യെരുശലേം എന്ന് പറയുന്ന ആ ക്യാമ്പിൽ, ആ പാളയത്തിൽ മനുഷ്യന്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് പാപപരിഹാര ദിവസം ആടിനെ അറക്കുന്നത്. ആ ആലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്താണ് അവരുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, നീതീകരണത്തോടുള്ള ബന്ധത്തിൽ രക്തം തളിക്കുന്നത്. അതിനെയെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് യേശുക്രിസ്തു പാളയത്തിന് വെളിയിൽ മാനവർഗത്തിന്റെ വീണ്ടെടുപ്പിനുള്ള സകല കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഇനി ആത്മീയമായി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവര് ഈ പാളയത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങിയിട്ട് കാര്യമില്ല. പാളയത്തിന് വെളിയിൽ ക്രിസ്തുവിന്റെ അടുക്കൽ വരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും പാളയത്തിലുള്ള ആൾക്കാരും മറ്റ് ലോകക്കാരെല്ലാം കൂടി നിന്നെ നിന്ദിക്കും. ക്രിസ്തുവിന്റെ നിന്ന വഹിക്കേണ്ടി വരും. പാളയത്തിന് വെളിയിലേ ഗോൽഗോഥായിലേക്ക്, ക്രൂശിന്റെ അടുക്കിലേക്ക് വരുന്നെങ്കിൽ നിശ്ചയമായും ലോകം നിങ്ങളെ പകയ്ക്കും. നിങ്ങളുടെ മെമ്മോറാണ്ടം ഒന്നും സ്വീകരിക്കില്ല. നിങ്ങൾ ലോകക്കാരായതുകൊണ്ട് നിങ്ങളുടെ മെമ്മോറാണ്ടം സ്വീകരിച്ചെന്ന് മാത്രം. നിങ്ങൾ ലോകക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ടാണല്ലോ പോയത്. ആ കാരണത്താൽ നിങ്ങളുടെ മെമ്മോറാണ്ടം സഖാവ് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ആത്മീയരാണെങ്കിൽ പുള്ളി ഈ മെമ്മോറാണ്ടം സ്വീകരിക്കില്ല, പുള്ളി റിജക്ട് ചെയ്യും. നടപടിയില്ല, പൊക്കോ, ഇവിടെ നിങ്ങൾക്കൊന്നും അനുവദിക്കില്ല. നിങ്ങളിവിടെ അന്യരും പരദേശികളും ഒക്കെയാണല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ ഇതൊന്നും അനുവദിക്കില്ലെന്നാ പറയുള്ളൂ. അതേസമയം ഇപ്പൊ ഒത്തിരി ഉപദേശിമാർ പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സഖാവ് നമുക്ക് സെമിത്തേരി വരെ തരുമെന്നാണ്. അതായത് നമ്മുടെ ശവാടക്ക് വരെ നടത്താൻ പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആത്മീയരായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശവാടക്കൊക്കെ നമ്മൾ തന്നെ നടത്തേണ്ടി വരും. സഖാവ് ഒന്നും അതിന് സഹകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും കൂടെ അങ്ങ് അടക്കിക്കോളും. അതാണ് എനിക്ക് അതിൽ നിന്ന് തോന്നുന്നത്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? പഴയ നിയമ കാലഘട്ടത്തിൽ മന്ന പൊഴിഞ്ഞത് പാളയത്തിലാണ്. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പാളയങ്ങളൊക്കെ മലിനമാണ്. ഈ പുതിയ നിയമ കാലഘട്ടത്തിലെ പാളയം എന്ന് പറയുന്നത് ഈ സോക്കോൾഡ് മതത്തിന്റെ പാളയത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മതത്തിന്റെ ഒരു പാളയം ഉണ്ടല്ലോ. അപ്പൊ മതത്തിന്റെ പാളയം എന്ന് പറയുമ്പോൾ പെന്തിക്കോസ് അതിൽ പെടുമെന്ന് ചോദിച്ചാൽ ഷുവർ, നിശ്ചയമായും. പെന്തിക്കോസ് എന്ന് പറയുന്നത് മതമല്ലേ, അതെല്ലാം അതിനകത്ത് പെടും. ആ പാളയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് വരണം, ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരണം. ഏത് പെന്തിക്കോസിലാണ് ഈ ക്രൂശ് ഉള്ളത്? ഈ പാളയത്തിലുള്ള കേമന്മാരെല്ലാം ക്രൂശ് മാറ്റാനായിട്ട് അതിനുള്ള റിസർച്ച് നടത്തുന്ന ആൾക്കാരല്ലേ. പാളയത്തിനകത്തുള്ളേ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആളുകള് ക്രൂശിന്റെ അനുഭവങ്ങളൊക്കെ മാറ്റിത്തരാമെന്ന് ഓഫർ ചെയ്യുന്ന ആൾക്കാരാണ്. അയ്യോ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശിന്റെ അനുഭവങ്ങളുണ്ടോ? ഞങ്ങൾ ഇന്ന് തന്നെ മാറ്റാം, യേശുവിന്റെ നാമത്തിൽ ക്രൂശ് നീങ്ങിപ്പോകട്ടെ. അങ്ങനെയല്ലേ അവർ പറയുന്നേ? അവരെയൊന്നും കർത്താവ് വേലയ്ക്ക് വിളിച്ചവരല്ലെന്നേ. അത്തരം പാളയങ്ങളിൽ നിന്ന്, അത്തരം ക്യാമ്പുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം. ക്രിസ്തുവിന്റെ നിന്ന വഹിക്കാൻ തയ്യാറാകണം. അങ്ങനെ നിന്ന വഹിക്കാൻ തയ്യാറായി പാളയത്തിന് വെളിയിലേക്ക് വരുന്ന ആളുകൾക്കാണ് മന്ന പൊഴിയുന്നത്. പെന്തക്കോസിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്നൊക്കെ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടത്. അത് വളരെ സീനിയറായ പാസ്റ്റർമാര് സർക്കാരിന്റെ മുമ്പിൽ ക്ലെയിം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾ പഴയതുപോലെയല്ല, ഞങ്ങൾ ആളെണ്ണത്തിൽ കൂടുതലാണ്. പല മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങൾ ഞങ്ങളാണ് നിശ്ചയിക്കുന്നത്. ഞങ്ങൾ പ്രബല ശക്തിയാണ്, കണ്ടമാനം ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ആൾക്കാരെ ഒന്നും നമ്മുടെ കൂട്ടത്തിലൂടെ കാണുന്നില്ല. ഈ കോടാനുകോടി പെന്തിക്കോസുകാരെല്ലാം നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ കുറച്ച് ആൾക്കാരുടെ നടുവിലാണ് മന്ന പൊഴിയുന്നത്. ഈ കുറച്ച് ആളുകളുടെ നടുവിലേക്കാണ് മന്ന പൊഴിയുന്നത് അല്ലെ? ബഹുഭൂരിപക്ഷം പേരും പാളയത്തിൽ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. അവരവിടെ പവർ വിഷൻ ചാനലൊക്കെ കണ്ട് അവിടെ ആ ടൈയും കോട്ടുവിട്ട പാസ്റ്ററിന്റെ കർണരസമാകുമാറുള്ള പ്രസംഗമൊക്കെ കേട്ട് കപ്പലണ്ടി കുറിച്ച് കാലുമേ കാലും കയറ്റി വെച്ച് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ കുറച്ചുപേര് റഫായിട്ടുള്ള ഈ മെസ്സേജ് കേൾക്കാനായിട്ടല്ലേ കടന്നു വന്നിരിക്കുന്നത്. ഈ റഫായിട്ടുള്ള മെസ്സേജ് ഈ പരിവരുത്ത ജീവിതാനുഭവങ്ങളിലൂടെ പോകാൻ നമ്മെ പ്രാപ്തരാക്കും.
ഓർക്കാപ്പുറത്ത് 42-ാം വയസ്സിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പാളയത്തിലെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ചോക്ലേറ്റ് ഉപദേശിമാര് തിരുവായി മൊഴിയുന്ന അവരുടെ ആ പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇമോഷണലി പ്രീച്ച് ചെയ്യുന്ന ആ പ്രീച്ചിങ്ങുകളൊക്കെ കേട്ട് കോരിത്തെരിച്ച ആളുകൾ പകച്ചു പോകുമെന്നേ. അതേസമയം നിങ്ങളിൽ ആരും പകച്ചു പോകരുത്. അതിനാണ് നമ്മൾ കഠിനമായി പല കാര്യങ്ങളും പറയുന്നതും കഠിനമായി ചില സമയത്തൊക്കെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. അപ്പൊ ഇന്ന് മന്ന പൊഴിയുന്നത് പാളയത്തിന് വെളിയിലാണ്. നിങ്ങൾ സോക്കോൾഡ് പാളയങ്ങളിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെയൊന്നും മന്ന കിട്ടത്തില്ല. അവിടെ കിട്ടുന്നത് പിന്നെ എന്തായിരിക്കും? അവിടെ എന്തായിരിക്കും കിട്ടുന്നത്? സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് വേഗം പറയാവോ? കറക്റ്റ്. നമ്മൾ പറയുന്ന ഈ സോക്കോൾഡ് പാളയങ്ങളിലെല്ലാം പറന്നു നിൽക്കുന്ന കാടയാണ്. അവിടെയൊക്കെ കാടയാണ്. ഈ കാട തിന്നാണ് ആളുകൾ തടിച്ചു കൊഴുത്ത് തൃപ്തരായി എനിക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞ്, അതായത് ലവദൂക്കിയ സഭയുടെ നേച്ചറാ കാണിക്കുന്നത്. എനിക്കൊന്നിനും മുട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. സത്യത്തിൽ നമുക്ക് അവരെ കാണുമ്പോൾ സഹതാവാ തോന്നുന്നത്. യവനെല്ലാം നഗ്നനാണെന്നും ഇവൻ കുരുടനാണെന്നും ഇവൻ തുണി കൊടുത്തിട്ടില്ലെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാ? വിവേചിക്കുമ്പോൾ മനസ്സിലാകുകയല്ലേ. പക്ഷെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ വലിയ കേമനും കേമിയാന്നാ അവരുടെ വിചാരം. ശരിക്കും ആത്മീയത്തിൽ കരുത്തുറ്റവരായി ആരോഗ്യമുള്ളവരായി തീരണമെങ്കിൽ പാളയത്തിന് വെളിയിൽ ക്രൂശ് വഹിക്കുന്നവരായിരിക്കണം. അവിടെയാണ് ഇളമ്പുലിന്മേൽ മാരി പോലെ പെയ്തിറങ്ങുന്നത് തന്റെ ഉപദേശം. അവിടെയാണ് തന്റെ ഉപദേശം പൊഴിയുന്നത്. അല്ലാതെ ഈ പറയുന്ന കംഫർട്ട് സോണുകളിലൊന്നും ഉപദേശം പൊഴിയില്ല. മന്ന പൊഴിയുന്നത് എവിടെയാണെന്നാ ഇപ്പൊ കണ്ടത് അല്ലേ? മന്ന പൊഴിയുന്നത് എവിടെയാ? ആ പറഞ്ഞ സ്ഥലങ്ങളിൽ പൊഴിയില്ല. അതുകൊണ്ടാണ് അവർ വിവരക്കേടുകൾ പറയുന്നത്, മണ്ടത്തരങ്ങൾ പറയുന്നത്, ശുദ്ധ മണ്ടത്തരങ്ങൾ പറയുന്നത്. ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും ഈ ന്യൂജൻ ഗ്രൂപ്പുകൾക്കൊന്നും അറിയില്ലെന്നേ. അതുപോലെ ഇന്നത്തെ പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിൽപ്പെട്ട പലരും വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന ശാസ്ത്രമൊക്കെ കേട്ട് നമ്മൾ ബോധം കെട്ടുപോകും. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ 8:9, 2 Corinthians chapter 8:9. അവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്നത് നമ്മെ സമ്പന്നരാക്കാനാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ന്യൂ ജനറേഷനും ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റും എല്ലാ ജനറേഷനും ഒരുപോലെയാണ് പറയുന്നത്. നമ്മെ കോടീശ്വരന്മാരാക്കുമെന്ന് അവർ പറഞ്ഞു കളയുന്നത്. ചില പുള്ളികൾ കുറച്ചുകൂടെ കടത്തി പറഞ്ഞു കളയും. നമ്മെ പണക്കാരനാക്കാനാണെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പറഞ്ഞു കളയും. കാരണം അവിടെയൊന്നും പൊഴിയുന്നില്ലെന്നേ ഈ ഉപദേശം. അവിടെയൊന്നും ഈ ഉപദേശം പൊഴിയുന്നില്ല. അവിടെ ഇളംപുല്ലിൽ പൊടിമഴ പോലെയോ കനത്ത മഴ പോലെയോ ഒരു തരത്തിലുള്ള പെയ്ത്ത് അവിടെ ഇല്ല. അവിടെ ആകെ കാട പറന്നു നിൽക്കുകയാണ്. ഈ കാട തിന്നതിന്റെ ബലത്തിലാണ് ഈ പുള്ളികൾ വ്യാഖ്യാനിച്ചു കൂട്ടുന്നത്. അവരുടെ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ശക്തി എന്താണെന്നറിയാവോ? കാട തിന്നതിന്റെ ബലമാണ്. അല്ലാതെ മന്ന പറ്റിച്ചവൻ വ്യാഖ്യാനിക്കുന്ന കേട്ടാൽ, അവൻ സംസാരിക്കുന്ന കേട്ടാൽ അഭിഷേകം ചലിക്കും. കാരണം അവന്റെ സംസാരത്തിൽ മുഴുവൻ ക്രിസ്തു റിലേറ്റഡ് ആയ കാര്യങ്ങളാണ്, ക്രൈസ്റ്റ് സെന്റേഡ് ആയ കാര്യങ്ങളാണ്. ക്രിസ്തുവിനെയാണ് ഉയർത്തുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വവും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്ന ഒരുവൻ അടിയുറച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്നുള്ളത്. ബൈബിള് മുഴുവനൊന്നും അറിഞ്ഞില്ലെങ്കിലും സാരമില്ല. ആ ഒരു വാക്ക് നെഞ്ചേറ്റണം. പറഞ്ഞവൻ ആരാ? തന്റെ ശബ്ദം കൊണ്ട് ഈ സകലത്തെയും നിർമ്മിച്ച ഒരുവനാണത് പറഞ്ഞത്. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ലെന്ന്. നീ രോഗത്തിന്റെ അവസ്ഥയിലൂടെ പോവുകയാണോ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോവുകയാണോ, എന്ത് പ്രതിസന്ധിയിലൂടെ പോവുകയാണെങ്കിലും ഒരു മനുഷ്യനും നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനും നിന്നെ സഹായിക്കാൻ കഴിയില്ല. സഹായിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, സൃഷ്ടാവായവൻ. ആ മന്നയിൽ നാം തൃപ്തിപ്പെടുക. ജീവിതത്തിനുണ്ടാകുന്ന മാറ്റം വലുതായിരിക്കും. നാം ആ മന്നയിലാണ് തൃപ്തിപ്പെടേണ്ടത്. അതല്ലേ വായിച്ചത് യോഹന്നാൻ 1:14, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ തേജസ് നാം കാണേണ്ടതുണ്ട്. ആത്മകണ്ണുകൾ തുറക്കപ്പെടേണ്ടതുണ്ട്. വൻ കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്. അപ്പൊ സഹോദരങ്ങളെ, ഈ മന്നയിലൂടെ നമ്മെ തൃപ്തരാക്കുവാനും നമുക്ക് വേണ്ടുന്ന ദൈവിക കരുതലുമാണ് അതൊക്കെ എന്ന് ഞാൻ പറഞ്ഞു. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഉദ്ദേശിച്ച അത്രയും സ്പീഡിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് അനുവദിച്ച് നമുക്ക് ഇത് തുടരേണ്ടി വരും. കുറെ കാര്യങ്ങളും കൂടി ഉണ്ട്.
അപ്പോൾ ആ കർത്താവിൻ്റെ കരുതലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും ഒരു പഴയ നിയമ ഭാഗത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവർ സംവത്സരത്തിൽ, അതായത് ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേമിലേക്ക് വരേണ്ടതുണ്ട്. ഇസ്രായേലിലെ പുരുഷന്മാരെല്ലാം ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേമിലേക്ക് വരേണ്ടതുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്സവം ആചരിക്കാനായിട്ടാണ് അവർ കടന്നു വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഒരു 2-3 വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് ദിവസം 23 14 മുതൽ 17 വരെ വായിക്കണം. പുറപ്പാട് ദിവസം 23 14 മുതൽ 17 വരെ. എക്സോഡസ് ചാപ്റ്റർ 23 വേഴ്സ് 14 ഓൺവേർഡ്സ്. സംവത്സരത്തിൽ 3 പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം. ഉടുപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബിബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക. അന്നല്ലോ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എന്റെ മുൻപാകെ വരരുത്. വയലിൽ വിതച്ച വിതയുടെ ആദ്യഫലമടങ്ങുന്ന കൊയ്ത്ത് പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് എന്റെ വേലയുടെ ഫലം കിട്ടിത്തീരുമ്പോൾ കായികനി പെരുന്നാളും ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം എന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുൻപാകെ വരണം. ഈ വാക്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നീട് ഞാൻ എപ്പോഴാ ചോദിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് കൈ വളർത്തി കാണിക്കരുത്. ഇതിനകത്തെല്ലാം ഗൗരവമായ ചിന്തകളുണ്ട് നമുക്ക്. നമ്മൾ 7 ഉത്സവങ്ങളെക്കുറിച്ച്, ആ 7 ഫീസ്റ്റിനെ കുറിച്ച് പിന്നീട് ചിന്തിക്കും. ആ സമയത്തൊക്കെ നമുക്കിത് ആവശ്യമുള്ളതാണ്. അപ്പം ഇതിലെ 15-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ലൈനുണ്ട്. ആ ലാസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്തേരെ. ഞാനത് റെഡ് ഇങ്കിനാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, റെഡ് ഇങ്കിന്. എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. ആ വാക്യം മുഴുവൻ ഓർക്കണ്ടെന്നേ. വാക്യം മുഴുവൻ നിങ്ങൾ ഓർക്കണ്ട. നിങ്ങളുടെ മേൽ അധിക ഭാരമൊന്നും നമ്മൾ വെക്കുന്നില്ല, അല്ലേ? അങ്ങനെയല്ലേ അപ്പോസ്തലന്മാർ പറഞ്ഞു, രക്തം ശ്വാസം മുട്ടി ചത്തത് വിഗ്രഹാർപ്പിതം ഈ വകയൊന്നും അല്ലാതെ വേറെ ഭാരങ്ങളൊന്നും വെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ വാക്യം മുഴുവൻ നിങ്ങൾ ഓർത്തിരിക്കണ്ട. ഈ ഒരു ലൈൻ നിങ്ങൾ എപ്പോഴും ഓർക്കണം. എപ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞാൽ മരണം വരെ ഓർക്കണം. വെറും കയ്യാലെ എൻ്റെ സന്നിധിയിലേക്ക് വരരുതെന്നുള്ളത്. വെറും കയ്യാലെ എൻ്റെ സന്നിധിയിലേക്ക് വരരുതെന്നുള്ളത് ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് പാസ്റ്റർ പ്രസംഗിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും? അവർക്ക് ചാകരയാണ് ഈ വാക്യം. ഈ വാക്യത്തെ പ്രതി അവരെന്ത് പറയും? നിങ്ങളുടെ കാതുകളും കഴുത്തുകളും എല്ലാം സഞ്ചിയിലേക്ക് ഇട്ടോ, അല്ലേ? വെറും കയ്യാൽ ആരും വരരുതെന്നാണ് വചനം പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങളിതെല്ലാം ഊരിയിട്ടോളാൻ പറയും. പാമ്പാടി ദേശം എന്ന് പറയുന്ന ഒരു ദേശമുണ്ട്. ആ പാമ്പാടി ദേശത്തെ ഒരു പ്രസിദ്ധനായ ഒരു ഉപദേശിയുണ്ട്. ആ ഉപദേശി ഒരിക്കൽ പ്രസംഗിച്ചത് അവിടെ കൂടിക്കൊണ്ടിരുന്ന ഒരു അമ്മാമ്മ എന്നോട് പറഞ്ഞതാണ്. പുള്ളി ഒരു വിശേഷാൽ സ്വത്രാഴ്ചെടുക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ആളുകളെ ഇമോഷണലി ചാർജ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ പുള്ളി പറയാണ്, നിങ്ങൾ കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് കൊടുക്കേണ്ടത്. കർത്താവിൻ്റെ മണവാട്ടി, കർത്താവിന് കൊടുക്കാൻ തയ്യാറാകുക. കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുന്നത് ആരാന്നറിയാവോ? ഇടതുവശത്ത് നിൽക്കുന്ന പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെ എല്ലാമാണ് പുള്ളി മണവാട്ടി എന്ന് വിളിച്ചത്. അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടേ പറയുന്നത്. ആണുങ്ങളുടെ കാതിലും കഴുത്തിലൊന്നും ഒന്നുമില്ലല്ലോ. ഏറിയാൽ ചിലപ്പോൾ ഒരു ചെറിയ ഒരു മോതിരമൊക്കെ കാണുമായിരിക്കും. അതിൽ കൂടുതലൊന്നും ഈ ആണുങ്ങളുടെ കയ്യിലൊന്നും കാണില്ല. സഹോദരിമാരുടെ ഭാഗത്താണെങ്കിൽ ആ കാര്യത്തിലൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ സഹോദരിമാരെ പുള്ളി ആരാക്കി? മണവാട്ടിയാക്കി. സഹോദരന്മാരും മണവാളനാണോ? എനിക്കറിയില്ല. അപ്പൊ ഇതാണ് ഈ സോക്കോൾഡ് പെന്തിക്കോസിന്റെ പാളയത്തിലെ വ്യാഖ്യാനശാസ്ത്രം എന്ന് പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ആഹ്വാനം കേട്ടിട്ട് വാത്സല്യ അമ്മാമ കഴുത്തേ കിടന്ന എത്രയോ പവന്റെ ഊരിയിട്ടു. കുറെ വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടില് അവിടുത്തെ അച്ഛനും അമ്മാമ്മയായിട്ട് കുറെ സമയം ചെലവഴിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചും ചർച്ച ചെയ്തൊക്കെ വന്ന കൂട്ടത്തില് പുള്ളിക്കാരി പറയായിരുന്നു, അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഞാന് ഈ സംഭവം ഊരിയിട്ട് കൊടുത്തുന്ന. മച്ചായ ഞെട്ടിപ്പോയി. ഇത്രയും കാലമായിട്ട് നീ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ എന്ന്. കുടുംബകലം ഉണ്ടായേനെ. എന്തായാലും വേമ്പനാട് കായലിന്റെ കരയിൽ നിന്ന് പാമ്പാടിയിലേക്ക് പോയ ന്യൂജൻ പാസ്റ്ററിന്റെ ആഹ്വാനം കേട്ട് പ്രസംഗം കേട്ടിട്ട് അമ്മാമ ഊരിയിട്ടു സഞ്ചിക്കകത്തേക്ക് എന്ന് പറഞ്ഞതുപോലെയാണ്. എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. ഈ വാക്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല സഹോദരങ്ങളെ. ഒരു കൈകാര്യം ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. അതായത് നിങ്ങൾ അറിയില്ലെന്നേ, നിങ്ങൾ അറിയില്ല. ഇപ്പം നമ്മുടെ നടുവിലൂടെ നഴ്സുമാരിരിപ്പുണ്ട്. ഈ പുള്ളിക്കാരികളുണ്ടല്ലോ, ഒരു ഉറുമ്പ് കടിക്കുന്ന വാശി പോലും ഇല്ലാതെ ഇവർ ഇഞ്ചക്ഷൻ ചെയ്തിരിക്കും. ഇഞ്ചക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിച്ചു പോകും, കഴിഞ്ഞു എന്ന് ചോദിക്കും. പിന്നെ എപ്പോൾ കഴിഞ്ഞു? അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ സൂചി കുത്തി രക്തം വലിച്ചെടുക്കാനുള്ളത് മുഴുവൻ വലിച്ചെടുത്തു, എല്ലാം കഴിഞ്ഞു. ഇനി പൊക്കോ, ഇനി ഇവിടെ ഇരിക്കണ്ട.
എന്ന് പറയും അവർ. നമ്മൾ അറിഞ്ഞു പോലുമില്ല, അത്ര സമർത്ഥമായി തന്ത്രപരമായി എല്ലാ രീതിയിലും നമ്മുടെ രക്തം ഊറ്റിയെടുത്തു. അതുപോലെയാണ് ന്യൂജൻ പെന്തിക്കോസ്ത് പാസ്റ്റർമാര്. ജനം അറിയില്ല, പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് സഹോദരിമാര് തടവി നോക്കുമ്പോൾ ഈ സാധനം ഇവിടെ ഇല്ല, കൊഴുത്തേലും ഇല്ല. ദൈവമേ എന്നാ പറ്റി, കള്ളൻ കൊണ്ടുപോയി? കള്ളനൊന്നും കൊണ്ടുപോയതല്ല. അത്ര വശീകരണ വാക്കുകളാലാണ് അദ്ദേഹം സഹോദരിയെ എയറിലേക്ക് കൊണ്ടുപോയത്. സഹോദരി മാസ്മര ലോകത്തേക്ക് പോയി. അതായത് പുള്ളി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ. നീ 1 പവൻ ഇട്ടെന്നോർത്ത് ദൈവം ആർക്കും കടക്കാരനല്ല. അത് 10 പവനായിട്ട് തിരിച്ചു തരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ചിന്തിച്ചു, എൻ്റെ ദൈവം എത്ര കാലമായി 1 പവനുമായിട്ട് നടക്കുന്നു. 10 പവനൊക്കെ കിട്ടുമെങ്കിൽ ഇന്ന് പവൻ എന്നാ വില. പുള്ളിക്കാരി മനക്കോട്ടയൊക്കെ കൂട്ടി എയറിലായി പോയി, എല്ലാം ഊരി പറിച്ചിട്ടു. വീട്ടിൽ വന്നപ്പോഴാണ് ഈ കാര്യം ഓർക്കുന്നത്. അതായത് അതിൻ്റെ കെട്ടിറങ്ങുക എന്ന് പറയും, കെട്ടിറങ്ങും, ഹാങ് ഓവറൊക്കെ അങ്ങ് മാറും. മാറിക്കഴിയുമ്പോൾ സ്ഥലകാല ബോധത്തിലേക്ക് വരും. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ അനസ്തീഷ്യയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ആ സിസ്റ്റം ഓക്കെ ആയി വരുന്ന ആ സമയത്തെ കാര്യം പറയുന്നത്. പാമ്പാടിക്കാരനും കോട്ടയംകാരനൊക്കെ അനസ്തീഷ്യ കൊടുക്കാൻ മിടുക്കന്മാരാ. എൻ്റെ ദൈവമേ, ഒരു കോട്ടയംകാരൻ ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ ജീവിക്കാൻ അനുവദിക്കുമോ എന്തോ. മൊത്തത്തിൽ കോട്ടയംകാര് അനസ്തീഷ്യ കൊടുക്കാൻ മിടുക്കന്മാരാ. എത്ര ബിരുദന്മാരാണെന്നറിയോ അനസ്തീഷ്യ സെന്ററുകൾ നടത്തുന്നത്. കോട്ടയം പട്ടണത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം അനസ്തീഷ്യ സെന്ററുകളാണ്. അവിടെ വരുന്ന മണ്ടന്മാരെ എല്ലാം അവർ അനസ്തീഷ്യ ടേബിളിലേക്ക് കയറ്റി കിടത്തി വേണ്ട രീതിയിലെല്ലാം കൈകാര്യം ചെയ്തിട്ട് അവരെല്ലാം പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വെറും കയ്യാൽ എൻ്റെ മുമ്പാകെ വരരുത്, നിങ്ങൾ വെറും കയ്യാൽ എൻ്റെ മുമ്പാകെ വരരുത്. അത് അവർക്ക് പറയാനുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ്, അതായത് ഈ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണോ, ഇത് ആത്മീയമായിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. വെറും കയ്യാലെ വരരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അവന്റെ സന്നിധിയിൽ വരുമ്പോൾ അർപ്പണത്തിന് വേണ്ടി വരുന്നവരാണ്. അത് പല നിലകളിൽ കൂട്ടിക്കോ. അധരഫലം എന്ന സ്തോത്രാർപ്പണത്തിന് വേണ്ടി വരുന്നവരാണ്, അല്ലേ? അധരഫലം എന്ന സ്തോത്രാർപ്പണത്തിന് വേണ്ടി വരുന്നു, ബലിയർപ്പണത്തിന് വേണ്ടി വരുന്നു, നമ്മെ തന്നെ അർപ്പിക്കാൻ വരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ 17-ാം വാക്യം, അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവ് യഹോവയുടെ മുമ്പാകെ വരണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം, അതായത് പുരുഷ പ്രജകളെല്ലാം കർത്താവ് യഹോവയുടെ മുമ്പാകെ വരണം. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. അവരെല്ലാം യെരൂശലേം ദേവാലയത്തിലേക്ക് വരണം. അതായത് മോറിയാമലയിലേക്ക് കയറി വരണം. ആ കയറി വരുന്ന സമയത്ത് ചൊല്ലേണ്ട സങ്കീർത്തനങ്ങളുണ്ട്. അതിനെയാണ് ആരോഹണ ഗീതങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെ യെരൂശലേമിലേക്ക് കടന്നു പോകുമ്പോൾ വൃദ്ധരും കുഞ്ഞുങ്ങളും സ്ത്രീകളും മാത്രമാണ് അവരുടെ ഭവനങ്ങളിലുള്ളത്. ആ സമയത്തൊക്കെ കള്ളന്മാരോ കൊള്ളക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ അവർക്ക് നാശങ്ങൾ സംഭവിക്കാനോ കുഴപ്പങ്ങൾ സംഭവിക്കാനോ ഒക്കെ സാഹചര്യങ്ങൾ വേണമെങ്കിൽ ഉണ്ടെന്ന് വേണേൽ പറയാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാണ്, നിന്റെ ആണുങ്ങളൊക്കെ എൻ്റെ സന്നിധിയിലേക്ക് പോന്നുകൊള്ളട്ടെ എന്ന്. അപ്പോൾ അവരുടെ ഭവനത്തിലിരിക്കുന്ന വൃദ്ധരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ആര് നോക്കും? അത് നോക്കാനായിട്ട് ശേഷിയുള്ള ഒരുവനല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇസ്രായേലിന് ഈ കാര്യത്തിൽ അണ്ടർസ്റ്റുഡ് ആയിരിക്കണ്ടേ? എന്ത് കാര്യത്തിലാ? സംവത്സരത്തിൽ 3 പ്രാവശ്യം എൻ്റെ സന്നിധിയിലേക്ക് അഥവാ യെരൂശലേമിലേക്ക് മോറിയാമലയുടെ മുകളിലേക്ക് വരാൻ പറഞ്ഞ് ക്ഷണിച്ചത് ആരാ? അങ്ങനെ അവരോട് അവിടേക്ക് വരുവാൻ ആഹ്വാനം ചെയ്തവൻ അതിൻ്റെ മുകളിൽ ഒരു കവറിംഗ് ഒക്കെ കൊടുക്കുമെന്നേ ഇല്ലേ? അവിടുത്തെ കവറിംഗ് എന്ത് ഭയങ്കരമായിരിക്കും. അത് വിശ്വാസത്താലാണ് തിരിച്ചറിയുന്നത്. വിശ്വാസമില്ലാത്ത ഒരുവൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അങ്ങനെ പറഞ്ഞെന്നുള്ള സത്യം എൻ്റെ കാര്യം ഇപ്പോൾ ദൈവം ഓർത്തോണ്ടിരിക്കുകയാണോ? ഒരു കാര്യം ചെയ്തേക്കാം, ഞാനൊരു വേലിയൊക്കെ കെട്ടി അവിടെ ഈ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ പിടിപ്പിച്ചിട്ട് അവിടെ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വരാം എന്നൊക്കെ ചിന്തിക്കണോ? അതാണ് മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത്. താൻ പാതി ദൈവം പാതി. ഓക്കെ, അതിനോട് ചേർത്ത് 2 വാക്യം കൂടിയുണ്ട്. പുറപ്പാട് ദിവസം 34-ന്റെ 23-24. എക്സോഡസ് ചാപ്റ്റർ 34 വേഴ്സ് 23 and 24. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ കർത്താവിന് മുൻപാകെ വരണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു, നിന്റെ അതിർത്തികളെ വിശാലമാക്കും. ഈ സംവത്സരത്തിൽ 3 പ്രാവശ്യം ഒരു ദൈവമായ യഹോവയുടെ മുൻപാകെ ചെല്ലുവാൻ കയറിപ്പോകുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. ഇസ്രായേലിലെ പുരുഷന്മാർ യഹോവയുടെ സന്നിധിയിലേക്ക് കയറിപ്പോയിരിക്കുമ്പോൾ നിന്റെ ഭവനമാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, നിന്റെ ദേശമാകട്ടെ, നിന്റെ നിലമാകട്ടെ, അതൊന്നും ഒരുവനും മോഹിക്കില്ല, ഒരുവനും അവിടെ കൈവെക്കില്ലെന്ന്. ഇത് ആരുടെ വാക്കാ? സൃഷ്ടാവായ ദൈവത്തിന്റെ ശബ്ദമല്ലേ ഇത്? ഈ വാക്യമൊക്കെ നിങ്ങൾ ധ്യാനിക്കണം. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല ഇനി.
ഇത് വളരെ വിശാലമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വരുവനായ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. മോഹിക്കുകയോ അത് കൈവശമാക്കാൻ ശ്രമിക്കുകയോ ഒന്നും സംഭവിക്കില്ലെന്നേ. കരുതുന്നവനായ ദൈവമാണ് പറയുന്നത്. തൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം തൻ്റെ ജനത്തിനുണ്ട്. അവിടെ നിന്ന് കരുതുമെന്ന് പറഞ്ഞാൽ കരുതും. ഇവിടെയാണ് ഞാൻ മന്നായുടെ വിഷയം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്ന് വെച്ചിട്ട് സംസാരിക്കുന്നത്. അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മന്ന പൊഴിച്ചു. നമ്മോടുള്ള ബന്ധത്തിൽ നമുക്കും മന്ന പൊഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കേട്ട ദൈവശബ്ദമാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഒരു ദോഷവും നിനക്ക് തട്ടില്ല, ഒന്നും നിന്നെ സ്പർശിക്കില്ല. എൻ്റെ കരുതൽ നിന്റെ മേലുണ്ട്. നീ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുകനായി മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ ചോദിക്കും, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് വന്ന കാര്യം ഏതെന്ന് ഓർത്തോണം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറയാനിരുന്നതാ. കഴിഞ്ഞ ആഴ്ച ഇത് പറയായിരുന്നേ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ടോ ഓവർ ടൈം ചെയ്യുന്നതുകൊണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടോ ഒന്നും അല്ല നമ്മളിവിടെ ജീവിച്ചു പോകുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതുകയാണ്. ആത്മീയ വിഷയങ്ങളിൽ നമ്മൾ ഉത്സാഹികളും വചനം ധ്യാനിക്കാനും മറ്റുമൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ പറയും, സ്വന്തം കാര്യമൊക്കെ നോക്കിയിട്ട് ഈ വക കാര്യത്തിനൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ പുരുഷ പ്രജകളൊക്കെ അവിടെ വരുമ്പോഴും നിന്റെ കൃഷിയും നിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. കൃത്യമായി സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിപാലനം അതിന്റെ മേലുണ്ടായിരിക്കും. ഇസ്രായേലിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പരിപാലനം ഉണ്ടാകില്ലേ? ആളുകളെ ഇമോഷണലി പ്രസംഗിച്ച് കയ്യിലെടുക്കുന്ന പ്രസംഗർ ഒത്തിരി പേരുണ്ട്. നമ്മളിവിടെ ഇമോഷണലി ഒന്നും പറയുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വൈകാരികമായിട്ടോ ആത്മീയമായിട്ടോ ഏത് രീതിയിലും നിങ്ങൾക്ക് എടുക്കാം. ഈ വചനത്തിന്റെ സത്യങ്ങൾ അത്ര ആഴമാണ്. ഒരു വാക്യോടെ വായിച്ചേ, ആവർത്തന പുസ്തകം 16:16, ഡിയൂട്രോണമി ചാപ്റ്റർ 16 വേഴ്സ് 16. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ പുരുഷ പ്രജയൊക്കെയും യഹോവയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് സന്തോഷിക്കണം. അത് വേറെ വാക്യങ്ങളുണ്ട്. അവിടെ കടന്നു വന്നവർ സന്തോഷിക്കണം എന്നുള്ളതാണ്. അവരുടെ വീണ്ടെടുപ്പും സ്വർഗത്തിലെ ദൈവം അവരെ നടത്തുന്നതും എല്ലാം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ സന്തോഷിക്കേണ്ടതുണ്ട്. യഹോവയുടെ സന്നിധിയിലല്ലാതെ വേറെ എവിടെ സന്തോഷിക്കാൻ പറ്റും? ആ സമയത്ത് അവർക്കുള്ള സകലത്തിന്റെ മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലും കണ്ണും ഉണ്ടായിരിക്കും. ആ ദൈവമാണ് നമ്മോട് പറയുന്നത്, ഒരു ദോഷവും നിനക്ക് ഭവിക്കില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്ന്. ആ വാക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജിന്റെ കൺക്ലൂഷനിൽ ഞാൻ പറയുന്നത്. നമുക്കത് അങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ കഴിയുമോ? അതൊരു മനുഷ്യന്റെ ശബ്ദമായിട്ടല്ല, സാക്ഷാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവന്റെ ശബ്ദമായിട്ട് തന്നെ ഏറ്റെടുക്കാൻ കഴിയുമോ? ആ ശബ്ദത്തിൽ നമ്മൾ ഉറയ്ക്കുമോ? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലവിധമായ പരാധീനതകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, പ്രതിസന്ധികളിലൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത്. ആ സമയത്ത് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ശബ്ദമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നേ, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് എങ്ങും പോയിട്ടില്ല. നിന്റെ തോന്നലുകളാണതല്ല. നീ എന്നിൽ വിശ്വസിക്കൂ, എന്നിൽ ആശ്രയിക്കൂ. വിശ്വാസം എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ആശ്രയം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞതിൻ്റെ മാതാവിൻ്റെ മാറിൽ സ്വസ്ഥമായി ആശ്രയിക്കുന്ന കണ്ടിട്ടില്ലേ? അതിനൊരു ടെൻഷനും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വാക്കുകളുടെ മുമ്പാകെ വിശുദ്ധന്മാർ തങ്ങളുടെ കർത്താവിന്റെ കരുതലിന് മുമ്പാകെ ആ ഒരു സമർപ്പണത്തിലേക്ക് വന്നങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക, ജീവിതം ആയാസരഹിതമാക്കുക. നമ്മൾ എന്തിനാണ് ചിന്തിച്ചു കൂട്ടി തലപുണ്ണാക്കുന്നത്? കർത്താവ് പറയുന്നത് എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ടെന്നാണ്. 40-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മെക്കുറിച്ച് വലിയ വിചാരം അവിടത്തേക്കുണ്ട്. അങ്ങനെ നമ്മെക്കുറിച്ച് കരുതുവാനും വിചാരപ്പെടുവാനും ആ സംരക്ഷണയിൽ നമ്മെ നടത്തുവാനും കഴിയുന്ന ഒരുവനുമായി നമുക്ക് ബന്ധമുണ്ട്. പാളയത്തിൽ മന്ന പൊഴിയുകയാണ്. ആ മന്ന നമ്മുടെ ജീവിതത്തിൽ ആത്മീയത്തിൽ ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരണം. മന്ന പൊഴിയുന്നത് പാളയത്തിലാന്ന് പറഞ്ഞു. മറ്റൊരു വാക്കും കൂടെ പറയാൻ വിട്ടുപോയി. അതായത് മന്ന പൊഴിയുന്നത് പഴയ പാതയിലാണ്. മന്ന പൊഴിയുന്നത് പഴയ പാതയിലാണ്. നാം പഴയ പാതയിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അവിടെ ഉപദേശം മാരി പോലെ പൊഴിയും.
അവിടെ തൻ്റെ വചനം പൊഴിയും. അല്ലാതെ ഇന്നത്തെ നവീനമായ വഴികളിലൂടെയൊക്കെ നടന്നിട്ട് അവിടെ ഉപദേശം പൊഴിയുന്നില്ല, അവിടെ വചനം പൊഴിയുന്നില്ല, പൊടിമഴ പോലെ പോലും കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞാൽ അവിടെയൊന്നും കിട്ടില്ലെന്നേ. അവിടെയൊന്നും കിട്ടില്ല, അവിടെയൊന്നും പൊഴിയുമെന്ന് ഓഫറും ഇല്ല. തൻ്റെ വചനം പൊഴിയുന്നത് ആ പഴയ പാതയിലാണ്. പൂർവന്മാരായ പിതാക്കന്മാർ നടന്ന പാത, അപ്പസ്തോലന്മാർ നടന്ന പാത, യേശുക്രിസ്തു തുറന്നു വെച്ച പാത. ആ പാതയിലൂടെ നടക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ നിശ്ചയമായും അവിടെ മഴ പോലെ പൊഴിയും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ചിട്ട് അവിടെയൊന്നും കിട്ടിയില്ല, ഇവിടെയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയൊന്നും ഇത് പൊഴിയില്ല. അവിടെയൊന്നുമല്ല ഇത് പൊഴിയുന്നത്. നാം ഓരോരുത്തരും വ്യക്തിപരമായി ക്രൂശിന്റെ വഴിയിലൂടെ, ആ വഴിത്താറയിലൂടെ നടക്കാനായിട്ട് ആ സമർപ്പണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും പ്രഭാത സമയങ്ങളിൽ നമ്മൾ മന്ന പെറുക്കും. നമ്മൾ തന്നെ പെറുക്കും. ആ മന്നയുടെ കരുത്തിലാണ് ഇനി നമുക്ക് മുൻപോട്ട് പോകേണ്ടത്. അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ, അവിടെ നിന്ന് അനുവദിച്ചാൽ, അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ കേൾക്കപ്പെട്ട വചനം നിങ്ങൾക്ക് ആത്മീയത്തിൽ ആരോഗ്യവും പോഷണവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.